ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നമ്മുടെ ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു ക്രൈം, 3 കൊലപാതകം, ഇതിനെ ബേസ് ചെയ്തെടുത്ത ഒരു സിനിമയാണിത്. ഇത് യഥാർത്ഥ കഥയാണ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന പല ട്വിസ്റ്റുകളും നമ്മൾക്കായിട്ട് അവസാനം കാത്തിരിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം ഒരു ഗ്രാമത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു മരത്തിൽ 2 പെൺകുട്ടികളെ കെട്ടിത്തൂക്കി വെച്ചിരിക്കുകയാണ്. ഗ്രാമത്തിലെ ആൾക്കാരെ വന്ന് പരാതിപ്പെടുകയാണ്, 3 പെൺകുട്ടികളെ കാണാതായി, അതിൽ 2 പേര് മാത്രമാണ് ഇവര്. ശരിക്കും ഈ പെൺകുട്ടികൾക്ക് സംഭവിച്ചത് എന്താണ്? ഇതൊരു ആത്മഹത്യയായിരുന്നു, ദുരഭിമാന കൊലയായിരുന്നു, സ്വന്തം കുടുംബക്കാർ ചെയ്തതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ? ഒരു രീതിയിലും നീതി ലഭിക്കാൻ പോകാത്ത ആ ജീവനുകളുണ്ടല്ലോ, അവർക്ക് നീതി കൊടുക്കാനായിട്ട് ആ സമയത്തിലേക്ക് ഒരു ഇൻസ്പെക്ടറും കൂടെ വരികയാണ്. അദ്ദേഹമാണ് ഈ 3 മരണങ്ങളുടെയും ചുരുളുകൾ അതഴിക്കുന്നത്. അപ്പൊ നേരെ നമുക്ക് ഈ കഥയിലേക്ക് പോകില്ലേ. കഥ നടക്കുന്നത് ഉത്തർപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അന്ന് അവിടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ആ നാട്ടിലെ കീഴ്ജാതിക്കാര് ആ ഒരു മഴയത്ത് അവരുടെ ആ ഒരു സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ഒരു പാട്ട് പാടി അവരങ്ങനെ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തിന് ആ മഴയത്ത് ഒരു മഞ്ഞ ബസ് അതിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ ഈ ഗ്രാമത്തിൽ ആരും അറിയുന്നില്ല ആ മഞ്ഞ ബസ്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന്. ഒരു 3 പെൺകുട്ടികൾ, ഇവര് 3 പേരെയും ആരൊക്കെയോ ചേർന്ന് വളരെ ബ്രൂട്ടലായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബസ്സിന്റെ ഉള്ളിൽ വെച്ച് റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷമാണ് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ആർട്ടിക്കിൾ 50 എന്ന്. ഇന്ത്യക്കാരനായിട്ടുള്ള ഓരോ മനുഷ്യനും അറിയണം എന്താണ് ഈ ആർട്ടിക്കിൾ 50 എന്നത്. എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാം. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള അയൻ രഞ്ജൻ IPS അദ്ദേഹത്തിന് പുതിയ പോസ്റ്റിംഗ് ഈ ഗ്രാമത്തിലേക്കാണ്. പക്ഷെ കൂടെ അദ്ദേഹത്തിന്റെ വൈഫില്ല. വൈഫിന് നഗരത്തിലാണ് ജോലി. അവരാണെങ്കിൽ ഒരു റിപ്പോർട്ടറാണ്. എന്തായാലും വരുന്ന വഴിയിൽ ഡ്രൈവർ ആയിട്ടുള്ള ഈ വേട്ടയാനോട്, എടോ കുറച്ച് വെള്ളം മേടിച്ചു തന്നാൽ നന്നായിരുന്നു, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. അപ്പൊ അവിടെ ഒരു കട കണ്ടപ്പോൾ അവിടെ നിർത്താൻ വേണ്ടി പറയണം. ഇപ്പൊ വേട്ടയാൻ പറയാണ്, സാറേ ഇവിടെ നിന്നും നമ്മൾ കുടിക്കാറില്ല, ഇതൊക്കെ താഴ്ന്ന ജാതിക്കാരുടെ കടയാണ്, അവര് മാത്രമേ അവിടെ പോയിട്ട് കുടിക്കാറുള്ളൂ. ഇത് കേട്ടപ്പോൾ രഞ്ജന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഒന്ന് പോയടാ അവിടുന്ന്, മനുഷ്യന് ഇവിടെ ദാഹിച്ചിട്ട് വയ്യ, മര്യാദക്ക് വെള്ളം മേടിച്ചിട്ട് പോകാന്ന് പറയാണ്. ഇവൻ പോയിട്ട് വെള്ളം മേടിച്ചിട്ട് നമ്മുടെ IPS കൊടുക്കുകയാണ്. ഒരു കൂസലും ഇല്ലാതെ നമ്മുടെ IPS രഞ്ജൻ ആ ഒരു വെള്ളം കുടിക്കുകയാണ്. പാവം ആ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്ന നോക്കിയേ, നിലത്ത് ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലേ മനുഷ്യരങ്ങോട്ട് തീരുമാനിച്ചാ പോരെ, ഞാൻ ആരുടെ മുന്നിൽ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കില്ലാന്ന്. കാലൊക്കെ മാറിയില്ലേ. ഇതിനുശേഷം നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടെ നമ്മുടെ IPS രഞ്ജനെ സ്വീകരിക്കാനായിട്ട് ഒരുപാട് പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ SI ഉണ്ട്, അതിന്റെ കൂടെ തന്നെ വേറൊരു ഇൻസ്പെക്ടറും ഉണ്ട്. ഈ ഇൻസ്പെക്ടറുടെ പേരാണ് ബ്രഹ്മദ് ഠാക്കൂർ സിംഗ്. തൽക്കാലം നമുക്ക് ഷോർട്ടായിട്ട് ഠാക്കൂർ സിംഗ് എന്ന് തന്നെ വിളി. അപ്പോ ഈ ഒരു രഞ്ജൻ ഇങ്ങോട്ടേക്ക് വന്നല്ലോ, സ്വീകരണവും ബാക്കിയുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഈ ബ്രഹ്മദത്ത് ഠാക്കൂർ സിംഗ് തന്നെയാണ്. ഇയാള് ഭയങ്കര ഗൗരവക്കാരനാണ് കേട്ടോ. കാരണം എന്താ വെച്ചാല് ഇയാള് വലിയ ജാതിയിൽപ്പെട്ട ആളാണ്. ബ്രഹ്മദത്ത് ഠാക്കൂർ സിംഗ് ആ പേരിൽ തന്നെയുണ്ട്. അതുപോലെ നമ്മുടെ രഞ്ജൻ IPS ഇദ്ദേഹത്തിന് വേണ്ട ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പാകം ചെയ്തു കൊടുക്കുന്നത് ഇത്രയും നേരം അദ്ദേഹത്തിന്റെ കൂടെ ഡ്രൈവർ ഉണ്ടല്ലോ വേട്ടയാണ്, അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ടുള്ള അഞ്ജലിയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് ഇവിടുത്തെ MLA മകനായിട്ടുള്ള സർവാർ സിംഗ് വരികയാണ്. പെട്ടെന്ന് തന്നെ ഠാക്കൂർ ഇപ്പോൾ ഈ സർവാർ സിംഗിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സാറേ, ഇത് നമ്മുടെ MLA മോനാണ്, ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, അതുപോലെ കോൺട്രാക്റ്റുകൾ ബാക്കിയുള്ള കാര്യങ്ങൾ അത്യാവശ്യം ബിസിനസ് ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോവാണ്, വലിയ കുടുംബത്തിലെ ആളാണ്, ഒന്ന് ബഹുമാനിച്ചേക്കെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്. എന്നാൽ രഞ്ജൻ ഓക്കെ ശരി, ആ രീതിയിൽ ഇതിനെ കാണുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരാള് ഉദ്യോഗസ്ഥന് ഈ നാട്ടിലേക്ക് വന്നതല്ലേ, നല്ല രീതിയിൽ തന്നെ സ്വീകരണവും ബാക്കിയുള്ള കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതിലൊന്നും ഇവർക്ക് യാതൊരു മടിയില്ല, കാരണം ഇയാൾ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളാണ്. ഇതിനുശേഷം പാർട്ടി, ഫുഡ്, മദ്യപാനം ഇതൊക്കെയായിട്ട് ഭയങ്കരമായിട്ട് പോലീസുകാരും എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ രഞ്ജൻ IPS ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ള സത്യേന്ദ്ര അവനെ കാണുകയാണ്. തൽക്കാലം നമുക്ക് സത്യേന്ദ്രയെ സത്യ എന്ന് ഷോർട്ടാക്കി വിളിക്കാം. ഇവൻ എന്തോ വെള്ളടിച്ചത് കൊണ്ടാണോ മറ്റെന്തെങ്കിലും കൊണ്ടാണോ എന്നറിയില്ല, ഒരുമാതിരി ഒരു കളി കളിക്കുകയാണ്. എന്തൊക്കെയോ ഒരു പേടിയോ ഭയോ ഇതൊക്കെ ഉള്ളതുപോലെ. ചില ആൾക്കാർ അങ്ങനെയാണ്, വെള്ളടിച്ചു കഴിഞ്ഞാൽ ഒരു ബോധവും ഗതിയൊന്നും ഉണ്ടാവില്ല. ഇതേ സമയത്ത് തന്നെ കുറച്ച് ഗ്രാമവാസികൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് IPS കാണണം, അതായത് രഞ്ജൻ IPS ഇദ്ദേഹത്തിന് കാണുന്ന ചില കാര്യങ്ങൾ പറയാണ്ടെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കോൺസ്റ്റബിൾസ് ഒന്നും ആരും ഇതിന്റെ ഉള്ളിലേക്ക് ഇവരെ കടത്തി വിടുന്നില്ല. ഇവരിവിടെ നാട്ടി പായിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് വന്ന വലിയൊരു ഉദ്യോഗസ്ഥൻ ഇവിടുന്ന് പോവാണ്. അപ്പോൾ ബാക്കിയുള്ള പോലീസുകാരൊക്കെ പോയിട്ട് ഇയാളുടെ കാല് തൊട്ട് വന്ദിക്കുകയാണ്. ഈ വന്ദിക്കുന്ന പോലീസുകാരും മേൽജാതിയിൽ തന്നെ പെട്ട ആൾക്കാരാണ് കേട്ടോ. പക്ഷേ നമ്മുടെ രഞ്ജൻ IPS ഇതിനൊന്നും നിൽക്കുന്നില്ല. സാറേ ബൈ എന്ന് പറഞ്ഞിട്ട് കാഷ്വൽ ആയിട്ടുള്ള ആ ഒരു മനസ്സ് മാത്രം. അല്ലാതെ ഇത്ര വലിയ ഓഫീസർ ആയാലും മേൽജാതിയിൽ മൂത്ത ആളാണെങ്കിലും കാല് പിടിക്കാനൊന്നും നമ്മുടെ രഞ്ജന് കിട്ടില്ല. അതുപോലെ താഴ്ന്ന ജാതിയിലുള്ള മനുഷ്യരായിട്ട് തന്നെ കാണുകയും ചെയ്യും. എന്തായാലും പാർട്ടി എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കാണ്. കൂടെ തന്നെ സത്യമുണ്ട്, അവന്റെ ബൈക്കിലാണ് പോകാൻ നിൽക്കുന്നത്. എന്നാൽ സത്യമാണെങ്കിൽ വെള്ളമടിച്ച് ആകെ പൂസായിട്ടൊരു പരിവാണ്. അപ്പോൾ രഞ്ജൻ പറയാണ്, നീ വണ്ടി ഓടിക്കണ്ട, ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സത്യയുടെ വീട്ടിലേക്ക് നേരെ പോവാണ്. പോകുന്ന വഴിയിൽ ഇവിടെ ചെറുപ്പകാലത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സത്യയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അവന്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു, അവള് ഗർഭിണിയായിരുന്നു. അതുപോലെ തന്നെ അവളോട് ചില കുശലാന്വേഷണങ്ങൾ ഇതെല്ലാം നടത്തുകയാണ്. പിന്നീട് രഞ്ജൻ അവിടുന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ അപ്പൊ തന്നെ തുടങ്ങുകയാണ് പ്രശ്നങ്ങൾ. നാട്ടുകാർ വന്ന് പരാതിപ്പെട്ടു. അതുപോലെ തന്നെ പോലീസുകാരും ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാണ്. സംഭവ സ്ഥലത്തേക്ക് രഞ്ജൻ പോയി നോക്കുമ്പോൾ ഈ ഗ്രാമത്തിന്റെ ഒരു ഭാഗത്തായിട്ട്, ആളൊഴിഞ്ഞ ഭാഗത്തായിട്ട് ഒരു മരത്തിന്റെ മുകളിൽ 2 പെൺകുട്ടികളെ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയാണ്. ആത്മഹത്യയാണോ കൊലപാതകമാണോ ഒന്നും അറിയില്ല. സോ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് രഞ്ജൻ എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ SI പറയാണ്, സാറേ ഇതൊക്കെ സാധാരണയായിട്ട് ഇവിടെ നടക്കുന്ന കാര്യമാണ്, വലിയ രീതിയിലൊന്നും മൈൻഡ് ആക്കണ്ട. രഞ്ജന് വല്ലാതെ ദേഷ്യം വരികയാണ്.
കാണിക്കുകയാണ്. അവിടെ തൂങ്ങിക്കിടക്കുന്നത് ആടോ പട്ടിയോ പോത്തോ പശുവോ അല്ല, അത് മനുഷ്യരാണ്. ഇവിടെ എന്റെ ഭാഗത്തുനിന്ന് ഒരു തിരുത്തൽ ഞാൻ നടത്തുകയാണ്. മനുഷ്യരെ മാത്രമല്ല, ഇതുപോലെ മൃഗങ്ങൾ തൂക്കിയിട്ടാലും അത് വലിയ കുറ്റം തന്നെയാണ്. ഓർമ്മയില്ലേ, പണ്ട് നമ്മുടെ കേരളത്തില്, പണ്ടൊന്നുമല്ല, ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ ഗർഭിണിയായിട്ടുള്ള ഒരു പൂച്ചയെ ഒരു കയറിൽ തൂക്കിയിട്ട് കൊന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു കാഴ്ചയൊന്നും ഇപ്പോഴും നോക്കി നിൽക്കാൻ കഴിയില്ല, നെഞ്ച് പൊട്ടും. ഇതൊക്കെ ചെയ്യുന്നവന്മാരാരല്ലേ? ഇവന്മാർക്കൊക്കെ ഞരമ്പുകളിലൂടെ ഓടുന്നത് ചോരയാണോ ആസിഡാണോ എന്താണെന്നറിയില്ല. എന്തായാലും വേഗം തന്നെ 2 പെൺകുട്ടികളുടെ ബോഡിയും ആ ഒരു മരത്തിൽ നിന്ന് താഴേക്ക് ഇറക്കുകയാണ്. അധികം വൈകാതെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. കാരണം പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിന്റെ ആ ഒരു റിപ്പോർട്ട് ഇവർക്ക് കിട്ടണം. എന്തായാലും ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ തന്നെ ഇവർ തീരുമാനിക്കണം. അപ്പൊ ആ ഹോസ്പിറ്റലിലേക്ക് ബാക്കിയുള്ള എല്ലാ പോലീസുകാരുടെ കൂടെയും പോയ ഈ ബ്രഹ്മദത്ത് ഡാക്കൂർ സിംഗ് ഉണ്ടല്ലോ, ഇയാളൊരു ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് അത് കഴിക്കുമ്പോൾ അവിടെ കുറെ പട്ടികളുണ്ടായിരുന്നു. ഇവർക്കെല്ലാം അതിന്റെ ഒരു വിഹിതം കൊടുക്കുകയാണ്. പട്ടികളോടൊക്കെ ഈ ഡാക്കൂർ സിംഗ് ഭയങ്കരമായിട്ട് ഒരു ദയ കാണിക്കുന്നുണ്ട്. എന്നാൽ ആ ദയയുടെ ഒരംശം പോലും താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള മനുഷ്യരോട് കാണിക്കുന്നില്ല. അവരെ ഒരു മനുഷ്യരായിട്ട് വരെ ഇയാളൊന്നും കണക്കാക്കുന്നവരെ ഉണ്ടാവില്ല. എന്തായാലും ആശുപത്രിയിൽ കുറച്ചധികം നേരം നിൽക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ രഞ്ജൻ IPSനോട് ഈ ഒരു ഡാക്കൂർ സിംഗ് പറയണ സാറ് പോയിക്കോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് റിപ്പോർട്ടുമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ പോരെ. രഞ്ജന് വിചാരിക്കുകയാണ് കുറെ നേരം ഇവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ കുറെ ഗ്രാമവാസികൾ ഉണ്ടായിരുന്നു. അവരോട് രഞ്ജന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയാണ്. അവരോട് ചില കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയാൻ വേണ്ടി തന്നെയാണ്. എന്തായാലും അവന്റെ വീട്ടിലേക്ക് വരികയാണ്. ഇപ്പൊ ആ ഗ്രാമവാസികൾ ചില ആൾക്കാർ വെള്ളം തരുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു അഞ്ജലി ഉണ്ടല്ലോ, അതായത് വേട്ടയന്റെ സഹോദരി, അവളൊരു ഗ്ലാസിന്റെ ജഗിൽ കുറച്ച് വെള്ളം കൊണ്ടേ കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് കയ്യിലേക്ക് ഒഴിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. അങ്ങനെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു വെള്ളമാണ് അവർ കുടിക്കുന്നത്. അതെന്താ, ആ ഒരു ജഗ് അവർ ഉപയോഗിക്കില്ലേ, അതുവഴി അവർ കുടിക്കില്ലെന്ന് ഇപ്പൊ നമ്മുടെ രഞ്ജൻ IPS ചോദിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന വേട്ടയൻ പറയണം, സാറേ അവര് അങ്ങനെ കുടിക്കാൻ പറഞ്ഞാലും കുടിക്കില്ല, അവരങ്ങനെ കുടിക്കുള്ളൂ, അവർക്ക് പേടിയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഗ്രാമത്തിലെ ചില ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കൂട്ടത്തിൽ തന്നെ പ്രധാനമായിട്ടൊരു പെൺകുട്ടിയുണ്ട്, പൂജ. അവള് പറയാണ്, സാറേ ബാക്കിയുള്ള പോലീസുകാരൊക്കെ ഈ കേസിനെ മറ്റൊരു രീതിയിലാണ് തിരിച്ചുവിടാൻ നോക്കുന്നത്. അതായത് അഭിമാനത്തിന്റെ പേരിൽ സ്വന്തം അച്ഛനും അമ്മയും തന്നെ ആ കുട്ടികളെ തൂക്കിക്കൊന്നു എന്ന് പറയുന്നത്. ചില ആൾക്കാരൊക്കെ ഇത് ആത്മഹത്യയാണെന്നും പറയുന്നുണ്ട്. മാത്രമല്ല കാണാതായത് ടോട്ടൽ 3 പെൺകുട്ടികളെയാണ്. അതിലൊന്ന് എന്റെ അനിയത്തിയാണ്. അവൾ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. സാറേ ഇതൊരു ആത്മഹത്യയല്ല, അതുപോലെ തന്നെ അഭിമാനത്തിന്റെ പേരിൽ ഞങ്ങൾ തന്നെ നടത്തിയ കൊലപാതകമല്ല. ദയവ് ചെയ്തിട്ട് ഒന്ന് അന്വേഷിക്കണം സാറേ, ഞങ്ങൾക്ക് നീതി മേടിച്ചു തരണേ. എന്തായാലും ഇവർക്ക് രഞ്ജൻ IPS ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ആള് നമ്മൾ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ രഞ്ജനെ ഒരാൾ വിളിക്കാണ്. അതായത് ഇവന്റെ കൂട്ടുകാരനായിട്ടുള്ള സത്യ ഉണ്ടല്ലോ, സത്യയുടെ ഭാര്യ. അതായത് അന്ന് രാത്രി സത്യയെ അവന്റെ വീട്ടിലേക്ക് ആക്കി കൊടുക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ സത്യ മിസ്സായിട്ടുണ്ട്. അവൻ എവിടെ പോയെന്ന് ഭാര്യ എവിടെ നോക്കിയിട്ടും കിട്ടുന്നില്ല. സോ ഈ ഒരു വിവരമാണ് രഞ്ജനെ വിളിച്ച് പറയുന്നത്. രഞ്ജനും അവന്റേതായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സത്യ അവസാനമായിട്ട് ആരെയാണ് വിളിച്ചത്, അങ്ങനെയുള്ള ആ ഒരു ഫോൺ റെക്കോർഡും കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. ഇതിനുശേഷം ആശുപത്രിയിൽ കാണിക്കാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആ ഒരു മെയിൻ ഡോക്ടർ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലേഡി മാലതി റാം ഡോക്ടർ, അവരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ മാലതി റാമിന്റെ അടുത്തേക്ക് വന്നിട്ട് ഡാക്കൂർ സിംഗ് പറയണം, മാഡം വെറുതെ ആവശ്യമില്ലാതെ പുലിവാലൊന്നും പിടിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി തന്നാൽ എനിക്ക് അതുമായിട്ട് വീട്ടിൽ പോവായിരുന്നു, നിന്ന് മടുത്ത് മാഡം. ആ ശരി ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് മാലതി ഇപ്പോൾ റിപ്പോർട്ട് എഴുതാൻ നിൽക്കാണ്. ഇതേ സമയത്ത് തന്നെ മരിച്ചുപോയ ഈ പെൺകുട്ടികളുടെ അച്ഛന്മാരുണ്ടല്ലോ, ഇവരവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദേഷ്യം വന്ന ഡാക്കൂർ സിംഗ് പറയാണ്, നിങ്ങളോട് ആരെങ്ങോട്ടേക്കൊക്കെ വരാൻ പറഞ്ഞത്, മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ. ഓൾറെഡി പോലീസിന് സംശയം നിങ്ങളൊക്കെയാണ്, അഭിമാനത്തിന്റെ പേരിൽ നിങ്ങൾ തന്നെയാണോ കെട്ടിത്തോക്കിയത്, ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ പാവങ്ങളുണ്ടല്ലോ നെഞ്ചു പൊട്ടി കരയാണ്. കാരണം മക്കള് മരിക്കുകയും ചെയ്ത് ആ ഒരു കുറ്റി ഇവരുടെ തലയിലിടാനും നോക്കുകയാണ്. എന്തായാലും എന്തൊരു അവസ്ഥയാണത്. അതുപോലെ അന്നേ ദിവസം രാത്രി കുറച്ച് പോലീസുകാർ ജീപ്പിൽ പോകുന്നുണ്ട്. SIയും കൂട്ടത്തിലുണ്ട് കേട്ടോ. പെട്ടെന്നൊരു പെട്രോൾ ബോംബ് ജീപ്പിന്റെ മുന്നിൽ വന്ന് വീഴുകയാണ്. ജീപ്പിന് തീ പിടിച്ചില്ല. എന്തായാലും ഭയം കാരണം ഈ പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. ഇതിനുശേഷമാണ് ആ ജീപ്പിന് പൂർണ്ണമായിട്ടും തീയിടുന്നത്. ഇപ്പൊ പോലീസുകാർ ആകെ ഭയന്ന് നിൽക്കുമ്പോൾ ഈ ഗ്രാമത്തിലെ ചില ചെറുപ്പക്കാര് മുഖം മൂടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, മര്യാദക്ക് സത്യസന്ധമായിട്ട് ഈ ഒരു കേസ് നിങ്ങൾ അന്വേഷിച്ചോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായിരിക്കും ഇനിയുള്ള റെസ്പോൺസ്. ഇങ്ങനെ ഒരു വാർണിംഗ് കൊടുത്തുകൊണ്ട് ആ ഒരു ചെറുപ്പക്കാർ ഇപ്പൊ ഇവിടുന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസമായി പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞു. ബോഡി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എന്തായാലും 2 പെൺകുട്ടികളുടെ ആ ഒരു ബോഡി ദഹിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ രാത്രി നടന്ന ആ ഒരു സംഭവം നമ്മുടെ രഞ്ജൻ IPS അറിയാണ്. സംഭവ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ട് ഈ ഒരു കാര്യങ്ങളൊന്നും രഞ്ജനോട് പറയാതെ എന്താ പറയാ അവിടെ ഇവിടെയും തൊടാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഡാക്കൂർ സിംഗ്. ഇപ്പൊ രഞ്ജന് നേരെ SI അടുത്തേക്ക് ചെന്നാണ്. SIയോട് ചോദിക്കാണ്, മര്യാദക്ക് പറ എന്താ ഇവിടെ സംഭവിച്ചേ. സാറേ അത് പിന്നെ കേസ് അന്വേഷിക്കുന്നത് ഈ ഗ്രാമത്തിലുള്ളവർക്ക് അത്ര തൃപ്തിയായിട്ടുള്ള രീതിയിലല്ല പോകുന്നത്. അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു അറ്റാക്കാണിത്. നല്ല രീതിയിൽ കേസ് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇനി ഇത് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓ അങ്ങനെയാണോ, നമുക്ക് എന്തായാലും കേസ് നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കാം. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ഡാക്കൂർ സിംഗിനോട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചോദിക്കുകയാണ്. അതിപ്പോ രഞ്ജൻ IPS ഇങ്ങനെ വായിച്ചു നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാറേ ഇതൊന്നും വലിയ കാര്യമാക്കണ്ടെന്നും ഈ ഒരു ഡാക്കൂർ സിംഗ് പറയണം. ഓക്കെ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ ആ ഒരു ഡ്രൈവറായിട്ടുള്ള വേട്ടയെ ഇയാളെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ രഞ്ജൻ നേരെ അടുത്ത ഗ്രാമത്തിലേക്ക് ചെല്ലുകയാണ്. അതുപോലെ രഞ്ജൻ IPS പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ഡാക്കൂർ സിംഗ് SIയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഇയാളെ നല്ല ചീത്ത പറയുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ SI ആണ് മെലുദ്യോഗസ്ഥൻ എന്ന് ഈ ഡാക്കൂർ സിംഗ് കീഴുദ്യോഗസ്ഥനാണ്. അതുപോലെ തന്നെ ഇയാൾ മേൽജാതിയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ആ അധികാരം കാണിക്കുകയാണ്. നിന്നോടല്ലടാ പന്നി ഞാൻ പറഞ്ഞത്, കൂടുതൽ കാര്യങ്ങളൊന്നും അവനോട് വിളമ്പണ്ടെന്ന്. ആ പോത്തെ തല പോടാ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങിയിരുന്നോ. ഇതേ സമയം
സമയം തന്നെ നമ്മുടെ രഞ്ജൻ IPS ഡ്രൈവറായിട്ടുള്ള വേട്ടയനുമായിട്ട് നേരെ ഈ ഗ്രാമവാസികളുടെ അടുത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി നടന്ന ആ അറ്റാക്ക് റിബിളുകൾ അവര് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ? നിങ്ങൾക്കറിയാം അവരെ? എന്നാൽ ഗ്രാമത്തിലുള്ള ആരും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് രഞ്ജൻ ഇവിടുന്ന് തിരിച്ചു പോകണം. ഇതേ സമയത്ത് തന്നെ ജീപ്പിന്റെ പിന്നാലെ നമ്മുടെ മറ്റേ പെൺകുട്ടി ഉണ്ടല്ലോ, പൂജ, കാണാതായ ഒരു പെൺകുട്ടിയുടെ ചേച്ചിയാണത്. അപ്പൊ അവളിങ്ങനെ വരുന്നുണ്ട്. രഞ്ജൻ വണ്ടി നിർത്താൻ വേണ്ടി പറയാണ്. എന്താ കാര്യമെന്ന് രഞ്ജൻ ചോദിച്ചപ്പോൾ പൂജ പറയണ, സാറേ നിങ്ങൾ എന്റെ അനിയത്തിയെ തേടി നടക്കുകയാണ്, പക്ഷേ അവളുടെ ഒരു ഫോട്ടോ വരെ ഇതുവരെയായിട്ടും പോലീസുകാരെ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഒന്നും മേടിച്ചു കൊണ്ടുപോയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തേടുക? ഇതേ സമയത്തിന് രഞ്ജൻ ചോദിക്കണേ, അതൊന്നും മേടിച്ചിട്ടില്ലേ? അപ്പോ അതായത് അന്വേഷണം ഒരു രീതിയിലും നല്ല രീതിയിലല്ല മുന്നോട്ടേക്ക് പോകുന്നതെന്ന് രഞ്ജന് മനസ്സിലായി. അതുപോലെ തന്നെ രഞ്ജൻ ഒരു ഫോട്ടോ മേടിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്, തീർച്ചയായിട്ടും ഞാൻ നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കാമെന്നും രഞ്ജൻ ഇപ്പൊ വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നേരെ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. സ്റ്റേഷനിൽ എത്തിയപാട് തന്നെ രഞ്ജനെ കാണാനായിട്ട് സത്യയുടെ വൈഫ് വരികയാണ്. ഗർഭിണിയാണ്. അവൾക്ക് നടക്കാനോ അല്ലെങ്കിൽ മര്യാദക്കൊന്നും ഇരിക്കാൻ വരെ കഴിയുന്നില്ല. ഇപ്പൊ അവളോട് രഞ്ജൻ പറയാണ്, നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ അന്വേഷിക്കുന്നുണ്ട്, എന്തെങ്കിലും വിവരം കിട്ടി അപ്പൊ തന്നെ അറിയിക്കാന്ന്. ഇതിനുശേഷം ആ ഗ്രാമത്തിലെ തന്നെ ഒരു സ്ഥലത്ത് കാണിക്കുകയാണ്. ഒരു വണ്ടിയുടെ പിന്നിൽ 3 ചെറുപ്പക്കാരെ കെട്ടിയിട്ട് വളരെ ക്രൂരമായിട്ട് ഇവരെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അടി മേടിക്കുന്ന 3 പേരും കീഴ്ജാതിയിൽപ്പെട്ട ആൾക്കാരാണ്, അടിക്കുന്നത് മേൽജാതിയിൽപ്പെട്ട ആൾക്കാരാണ്. പാവങ്ങൾ എന്തോ അമ്പലത്തിന്റെ നടയിൽ വെച്ച് ഫുഡ് കഴിച്ചു എന്ന പേരിലാണ് ഇവരെ ഇങ്ങനെ ഇട്ട് അടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രഞ്ജൻ IPS നേരെ പോകുന്നത് ആ ഒരു ചെറിയ ഡോക്ടർ ഉണ്ടല്ലോ, മാലതി റാം, അവരുടെ അടുത്തേക്കാണ്. ഡോക്ടറെ, എന്താണ് റിപ്പോർട്ട്? ഇപ്പൊ മാലതി റാം പറയാണ്, ഓൾറെഡി റിപ്പോർട്ട് അയച്ചിട്ടുണ്ടല്ലോ. ഇതേ സമയത്തിന് രഞ്ജൻ പറയാണ്, ആ റിപ്പോർട്ടിൽ എനിക്ക് വിശ്വാസമില്ല. അവരുടെ അച്ഛൻ തന്നെ അവരെ തല്ലിക്കൊന്നു എന്നൊക്കെയാണ് അതിൽ റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ളത്. അതല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഡോക്ടറെ, പറ, മര്യാദക്ക് പറ. അങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് രഞ്ജൻ IPS ചോദിച്ചപ്പോൾ മാലതിരം പറയാണ്, പൊന്നു സാറേ, ക്രൂരമായിട്ടാണ് ആ പിള്ളേരെ കൊന്നിരിക്കുന്നത്. ഗ്യാങ് റേപ്പാണ് സാറേ. റേപ്പ് ചെയ്ത് 2 പേരെയും കൊന്നു കളഞ്ഞു. അവസാനം കെട്ടി തൂക്കിയതാണ്. അവരുടെ ശരീരത്തിൽ അതിന്റെ പാടുകൾ നിറയെ കാണാൻ. അതുപോലെ തന്നെ മെയിൻ ഡോക്ടർ അറിയാതെ തന്നെ ഞാൻ അവരുടെ ആ ഒരു സ്പേംസിന്റെ സാമ്പിൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ രഞ്ജൻ പറയാണ്, എത്രയും പെട്ടെന്ന് തന്നെ നീ നഗരത്തിലേക്ക് ചെല്ലുക, അതിന്റെ ആ ഒരു DNA റിപ്പോർട്ട് എടുക്കുക, എന്നിട്ട് വരിക. എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിട്ടുള്ള പോലീസുകാരനെ മാത്രം ഞാൻ നിന്റെ കൂടെ അയക്കാം, വേറെ ആരും ഈ ഒരു കാര്യം അറിയേണ്ട. റിപ്പോർട്ട് നീ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അയച്ചാൽ മതി. പിന്നീട് സ്റ്റേഷനിലേക്ക് രഞ്ജൻ തിരിച്ചു വരികയാണ്. ഇതേ സമയത്തിന് അടി മേടിച്ച ഒരു 3 പയ്യന്മാരുണ്ടല്ലോ, ഇവര് സ്റ്റേഷനിൽ വന്നിട്ട് പരാതി പറയാണ്. ഇതേ സമയത്തിന് കാര്യം എന്താന്ന് ചോദിക്കുമ്പോൾ ഈ ഡാക്കൂർ സിംഗ് പറയണ, സാറേ അത് ഇവരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോയിട്ടല്ലേ. അമ്പലത്തിന്റെ നടയിലൊക്കെ വെച്ച് ഫുഡ് കഴിക്കാന്ന് വെച്ചാല് ഫുഡ് കഴിച്ചതിന്റെ പേരിൽ അടിക്കുക. അതേ സാർ, ഇവരൊക്കെ കീഴ്ജാതിയിൽപ്പെട്ട ആൾക്കാരല്ലേ, ഇവർക്കൊന്നും അങ്ങോട്ടേക്ക് അങ്ങ് പോകാനോ ഫുഡ് കഴിക്കാനൊന്നും പാടില്ല. ഇത് കേട്ടപ്പോൾ രഞ്ജൻ അങ്ങ് ദേഷ്യം വരികയാണ്. എനിക്ക് ഒന്നും അറിയണ്ട, ആരാണ് ഇവരെ അടിച്ചത് ഇപ്പൊ തന്നെ FIR രജിസ്റ്റർ ചെയ്തോ, അതുപോലെ അവന്മാരെ വേഗം അറസ്റ്റ് ചെയ്തോന്ന് പറയാം. എന്തായാലും ഈ ഒരു ജാതി പ്രശ്നം ഈ ഒരു ഗ്രാമത്തിൽ ഭയങ്കര രൂക്ഷമാണെന്ന് മനസ്സിലായ രഞ്ജൻ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ SI, ബാക്കിയുള്ള ഇൻസ്പെക്ടേഴ്സ് ഇവരോടെല്ലാവരോടും ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളൊക്കെ ഏതാ ജാതി എന്ന്. ചില ആൾക്കാർ ഉയർന്ന ജാതിയുണ്ട്, ചില ആൾക്കാർ കുറച്ച് താഴ്ന്ന ജാതിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ SIയെ നോക്കുകയാണെങ്കിൽ ഇയാൾ കീഴ്ജാതിയിൽപ്പെട്ട മേൽജാതിയാണ്. എന്ത് തേങ്ങയാണിത്, ഓരോരോ കാറ്റഗറി മനുഷ്യനെങ്ങനെ തിരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ രഞ്ജന് ചോദിക്കുന്നുണ്ട്, എന്താണിത്, എല്ലാവരും ബോധവൽക്കരിക്കേണ്ട നമ്മളെപ്പോലെയുള്ള ഉദ്യോഗസ്ഥർ തന്നെ ഇമാതിരി കാര്യത്തിൽ ഷെയിം. എന്തായാലും ഇതിനുശേഷം പെൺകുട്ടികളെ കിട്ടിയ ആ ഒരു മരം ഉണ്ടല്ലോ, തൂക്കിയിട്ട ആ ഒരു മരം, അങ്ങോട്ടേക്ക് ഇപ്പോ രഞ്ജൻ ചെല്ലുകയാണ്. 3 പെൺകുട്ടികളാണ് മിസ്സായത്, 2 പേരുടെ ബോഡി മാത്രമാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഒരാൾ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും. സോ മുന്നോട്ടേക്ക് തന്നെ പോയി നോക്കാം. ആ ഒരു ഏരിയ പൂർണ്ണമായിട്ടും പരിശോധിക്കുമ്പോൾ ഒരു ഉപയോഗിക്കാത്ത പഴയ ഒരു കുടില് കാണുകയാണ്. അങ്ങോട്ടേക്കൊന്നും പോണ്ട സാറേന്ന് ഈ പോലീസുകാർ പറയുമ്പോൾ രഞ്ജൻ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ആ കുടിൽ തുറന്നു നോക്കുമ്പോൾ ഒട്ടുക്കാത്ത നാറ്റം. എന്താ വെച്ചാൽ ഈ മൃഗങ്ങളെ കറുത്തിട്ട് അതിന്റെ ആ ഒരു തൊലി പിരിച്ചെടുക്കുന്ന ആ ഒരു സ്ഥലമാണ്. എന്നാൽ അവിടെ ഇപ്പൊ പണിയോ കാര്യങ്ങളോ നടക്കുന്നില്ല, വൃത്തിയാക്കുന്നില്ല. എന്താ കാര്യം ചോദിക്കുമ്പോൾ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും സമരത്തിലാണ്, ഇനി ആരും ജോലി ചെയ്യില്ല എന്നാ പറയുന്നത്. ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവട്ടെ, അവരെ കൊന്നതാരാണെന്ന് കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് മതി ബാക്കിയുള്ള ജോലികളെന്ന് ഗ്രാമവാസികൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും രഞ്ജൻ IPS കൂടുതലായിട്ട് സെർച്ചിങ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഈ എന്താ പറയുക, ചതുപ്പ് നിലം പോലുള്ള ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ വെച്ച് രഞ്ജന് ഒരു ചെരുപ്പ് കിട്ടുന്നുണ്ട്. മാത്രമല്ല പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരോടും ഇങ്ങോട്ടേക്ക് സെർച്ചിന് വേണ്ടി വരാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അധികാരമൊന്നും വന്നിട്ടില്ല. എന്താ കാര്യം ചോദിക്കുമ്പോൾ ഇതുപോലെയുള്ള ചതുപ്പ് നിലത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോലീസുകാർക്കൊന്നും വലിയ താല്പര്യമില്ല. ഈ വന്ന 2-3 ആൾക്കാർ തന്നെ അവർക്കും ഇറങ്ങാൻ വലിയ താല്പര്യമില്ല. സോ ഇതൊക്കെ താഴ്ന്ന ജാതിക്കാർ മാത്രം ചെയ്യുന്ന പരിപാടിയാണ് സാറേ. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇവര് നേരെ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ അവിടുത്തെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളും ഒന്നും ഇതുവരെയായിട്ട് ഒരു തരി പോലും എടുത്തിട്ടില്ല. അതുപോലെ ഡ്രെയിനേജ്, ഇത് മുഴുവൻ വേസ്റ്റ് നിറഞ്ഞ് തള്ളി അതിന്റെ ആ ഒരു വേസ്റ്റ് വാട്ടർ മുഴുവൻ പുറത്തേക്ക് വരികയാണ്. ഒരു കമ്പലിട്ട് കുത്തി നോക്കി ഇതിൽ ആ ഒരു വെള്ളമൊക്കെ കളയാൻ നോക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും നടക്കുന്നില്ല. ഇതിന്റെ ഉള്ളിൽ പോയിട്ട് ആ ഒരു വേസ്റ്റ് എടുത്താൽ മാത്രമേ ഈ ഒരു ബ്ലോക്ക് പൂർണ്ണമായിട്ട് മാറുള്ളൂ. ഇത് ചെയ്യണമെങ്കിൽ താഴ്ന്ന ജാതിക്കാർ തന്നെ വരണം, കാരണം അവർ ചെയ്യുന്ന ജോലിയാണിത്. ഈ മേൽജാതിയിൽപ്പെട്ട ഒരൊറ്റ ഒരെണ്ണം പോലും ആ ഒരു വെള്ളത്തിൽ തൊടുക വരെ ഇല്ല. സോ വല്ലാത്ത രീതിയിൽ സ്റ്റേഷന്റെ ചുറ്റും കിടന്ന് നാറാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ രഞ്ജൻ IPS നേരെ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പോവാണ്. എന്തോ ഒരു കാര്യം കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ട് അത് എടുത്തുകൊണ്ട് വന്നിട്ട് പ്രിന്റ് ഔട്ട് ഉണ്ടല്ലോ, അത് അവിടുത്തെ ചുമരിൽ ഒട്ടിക്കാണ്. നോക്കുമ്പോൾ ആർട്ടിക്കിൾ 50 എല്ലാവരും അത് വായിച്ചു നോക്കുകയാണ്. ജനിക്കുമ്പോൾ ആണായാലോ പെണ്ണായാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ മറ്റെന്തെങ്കിലും പേരിലോ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിച്ച് കാണാൻ പാടില്ല, നീതി, അത്
എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ്. ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും ഒരുപോലെയാണ്. ആരും ഉയർന്നിട്ടുമില്ല, ആരും താന്നിട്ടുമില്ല. കുറച്ചു പേർക്കൊക്കെ ഇത് വായിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, മനസ്സിൽ തട്ടുന്നുണ്ട്. എന്നാൽ നമ്മുടെ ബ്രഹ്മദത്ത് ഠാക്കൂർ സിംഗ് ഇയാളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇതൊന്നും അങ്ങോട്ട് ഏൽക്കില്ല. മനസാക്ഷി എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ ഏൽക്കുമല്ലോ. അതുപോലെ തന്നെ പൂജയുടെ കാണാതായ അനിയത്തി, അതായത് സയാന, അവളുടെ ഒരു ഫോട്ടോ ഗ്രാമത്തിന്റെ പല ഭാഗത്തായിട്ട് ഒട്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചായക്കടയിൽ പോയിട്ട് ചുമ്മാ ഇങ്ങനെ അന്വേഷിക്കുമല്ലോ. അപ്പൊ ഈ ചായക്കടയിൽ അന്വേഷിക്കുന്ന സമയത്ത് ആ ഒരു ചെറുപ്പക്കാരൻ പറയാണ്, സാറേ വൈകുന്നേരം ആ ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ട് ഒരു ചിപ്സിന്റെ പാക്കറ്റ് മേടിച്ച് ഇവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. ഞാൻ അവസാനമായിട്ട് ആ പെൺകുട്ടിയെ അപ്പോഴാണ് കണ്ടത്. അല്ല, ആ പെൺകുട്ടി പോയതിനു ശേഷം പിന്നാലെ എന്തെങ്കിലും വണ്ടിയോ അങ്ങനെ എന്തെങ്കിലും പോകുന്നത് കണ്ടായിരുന്നു ചോദിക്കുമ്പോൾ, ഒരു മഞ്ഞ വാഹനമാണ്, അതൊരു ബസ്സാണോ അല്ലെങ്കിൽ ഒരു വാനാണോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും കുറച്ച് ദൂരെ കൂടെ രഞ്ജൻ IPS പോയിട്ട് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരെ ചോദിക്കുന്നുണ്ട്, ഇതുപോലൊരു ബസ്സിനെ കുറിച്ചോ വാനിനെ കുറിച്ചോ നിങ്ങൾക്ക് അറിയോ? ഒരു മഞ്ഞ കളറാണ്. ഇപ്പോൾ അവർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഇതേ സമയം തന്നെ ഗ്രാമത്തിന്റെ മറ്റൊരു ഭാഗത്ത് രാഷ്ട്രീയം നന്നായിട്ട് നടക്കുന്നുണ്ട്. അതായത് മത്സരിക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥി ഇതുപോലെയുള്ള കീഴ്ജാതിക്കാരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് ന്യൂസ് റിപ്പോർട്ടേഴ്സും ഓൺലൈൻ മീഡിയക്കാരും എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കീഴ്ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇരുന്നുകൊണ്ട് അവർ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം അവരുടെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് ഇപ്പൊ ഈ ഒരു ഇലക്ഷന് നൽകുന്ന സ്ഥാനാർത്ഥി. ഇയാൾ പറയാണ്, ഈ ജാതി, മേൽജാതി, കീഴ്ജാതി അങ്ങനെയൊന്നും എന്റെ ഉള്ളിലില്ല, എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. കണ്ടോ, ഇവരുണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കുന്നു, ഞാൻ ഇവർക്ക് വാരി കൊടുക്കുന്നു, അവരെനിക്ക് വാരി തരുന്നു. കണ്ടോ, ഇതാണ് തുല്യത, എല്ലാവരും ഇതുപോലെ ആയിരിക്കണമെന്ന് ഈ പൊളിറ്റിക്കൽ ലീഡർ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ആകെ നാറിക്കൊളായി ഒരു പരിവായിട്ടുണ്ട്. ഡ്രെയിനേജിലെ ആ ഒരു വെള്ളം, അതുപോലെ തന്നെ വേസ്റ്റ് എല്ലാം കൂടി പോലീസുകാർക്ക് സ്റ്റേഷന്റെ മുന്നിലൂടെ നടക്കാൻ വരെ പറ്റാത്ത അവസ്ഥയാണ്. മാത്രമല്ല ഇപ്പൊ ഈ ഒരു പെൺകുട്ടികൾ ജോലി ചെയ്ത ആ ഒരു സ്ഥലം, ഇതിനെക്കുറിച്ചൊക്കെ രഞ്ജൻ ഇപ്പോൾ നമ്മുടെ ഠാക്കൂർ സിംഗിനോട് ചോദിക്കുന്ന സമയത്ത് ഠാക്കൂർ സിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യാണ്. അതുപോലെ തന്നെ ആ ഒരു പൂജയുടെ അനിയത്തി ഉണ്ടല്ലോ സയാന, എന്തോ ജോലിയിൽ ഒരു 3 രൂപ കൂടുതൽ വേണമെന്നായിട്ട് ചോദിക്കുന്നുണ്ടായി. അതില് മുതലാളിക്ക് ആകെ ദേഷ്യം വന്നു. ആ ഒരു പെൺകുട്ടിയെ തല്ലുണ്ടായി. ഇതൊക്കെ നാട്ടുകാർ കണ്ടിട്ടുണ്ട്. ആ മുതലാളി മറ്റാരുമല്ല, MLA മകനായിട്ടുള്ള ആ ഒരു സർവാർ സിംഗ് തന്നെയാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു ഠാക്കൂർ സിംഗിനോട് പറയുന്നുണ്ട്. ശരിക്കും ഠാക്കൂർ സിംഗ് ഞെട്ടിപ്പോയി. MLA മകനോ, സർവാർ സിംഗിനെയോ? സാറേ വേണ്ട, ഇത് പുലിവാലാവൂട്ടാ എന്ന്. ഇതൊന്നും കേൾക്കാതെ രഞ്ജൻ IPS ഈ സർവാർ സിംഗിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തന്നെ പറയാണ്. ചോദ്യം ചെയ്യാൻ നിൽക്കുമ്പോഴും ഠാക്കൂർ സിംഗ് പറയുന്നുണ്ട്, സാറേ ഇത് വലിയ വിഷയം, വിട്ടുകളഞ്ഞേക്ക് സാറേ. ഇതൊന്നും ഇപ്പോഴും നമ്മുടെ രഞ്ജൻ മൈൻഡ് ചെയ്യുന്നില്ല. അതേ സമയത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ രഞ്ജന് കോള് വരുന്നുണ്ട്. ഇതൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. കാര്യങ്ങൾ അവനോട് തന്നെ അങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു സർവാർ സിംഗ് പറയാണ്, സാറേ ആ ഒരു പെൺകുട്ടിയെ ഞാൻ തല്ലി, അത് സത്യം തന്നെയാണ്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചോദിക്കാന്ന്. അതുപോലെ തന്നെ അവരുടെ സ്ഥാനം എന്താണ്, ജാതി ഏതാണ്, എന്നിട്ട് അവരെന്നോട് പൈസ കൂട്ടി ചോദിച്ചാൽ എനിക്ക് ദേഷ്യം വരാതിരിക്കോ? ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഞാൻ അവളെ തല്ലിയത്, ഇനിയും തല്ലും സാറേ. ഇതിന്റെ പേരിൽ വേണമെങ്കിൽ എന്നെ ശിക്ഷിച്ചോ, എന്തെങ്കിലും പണിഷ്മെന്റ് തരാണ്ടെങ്കിൽ തന്നോ. പക്ഷെ ആ പെൺകുട്ടികൾ കാണാതായതിന്റെ പേരിൽ അല്ലെങ്കിൽ അവരെ കൊന്നതിന്റെ പേരിൽ എന്നെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അതിലെനിക്കൊരു കാര്യം അറിയില്ല. കൂടുതൽ കാര്യങ്ങളൊന്നും ഇവന്റെ ഭാഗത്തുനിന്ന് കിട്ടാത്തത് കൊണ്ട് ഇവനെ റിലീസ് ചെയ്യണം. പെട്ടെന്ന് തന്നെ രഞ്ജൻ IPS നേരെ പോകുന്നത് നമ്മുടെ ഡോക്ടറുടെ വീട്ടിലേക്കാണ്, മാലതിറാമിന്റെ വീട്ടിലേക്ക്. അവർ ആ ഒരു സ്പേമിന്റെ DNA റിപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് നല്ല പേടിയുണ്ട്. അവരോട് കാര്യങ്ങളൊക്കെ പറയണം, നിങ്ങളൊന്നും പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യം വളരെ സീക്രട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ രഞ്ജൻ IPS വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ ഇവന്റെ ഡ്രൈവർ ആയിട്ടുള്ള ആ ഒരു വേട്ടയനുണ്ടല്ലോ, അവന്റെ സഹോദരിയായിട്ടുള്ള അഞ്ജലിയാണല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ. എന്നാൽ രാവിലെ മുതൽ ആ ഒരു പെൺകുട്ടിയെ കാണാനില്ല. ഇപ്പൊ രഞ്ജന് വല്ലാത്ത പേടി കൊടുക്കുകയാണ്. അതായത് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, റേപ്പ് ചെയ്യാതൊക്കെ ഈ നാട്ടിൽ സ്വാഭാവികമാണല്ലോ. ആ പെൺകുട്ടിക്കും എന്തെങ്കിലും സംഭവിച്ചു പോയോ എന്നുള്ള ആ ഒരു ഭയം കാരണം രഞ്ജൻ ആകെ വിരളി പിടിച്ചുകൊണ്ട് അന്വേഷണം തുടങ്ങുകയാണ്. എന്നാൽ രാത്രി ആയപ്പോൾ വേട്ടയൻ ഇപ്പോൾ സഹോദരിയായിട്ടുള്ള അഞ്ജലിയുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെയായിരുന്നു, ഞാൻ ആകെ പേടിച്ചു പോയി എന്ന് പറയുമ്പോൾ ഇപ്പൊ വേട്ടയൻ പറയാണ്, അത് പിന്നെ മോക്ക്, അതായത് അഞ്ജലിക്ക് കുറച്ചും കൂടെ നല്ല വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് അതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഓ അതായിരുന്നു, ഞാൻ ആകെ അങ്ങോട്ട് പേടിച്ചു പോയി. അതുപോലെ തന്നെ വീണ്ടും ഒരു ദിവസം കഴിയാണ്. അതായത് ഇപ്പോഴും രഞ്ജൻ IPSന് ആ ഒരു ചതുപ്പ് നിലം ഇത് നന്നായിട്ട് പരിശോധിക്കണം. അപ്പൊ ഇങ്ങോട്ടേക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ, അതായത് പോലീസുകാരെ വിളിക്കുമ്പോൾ ഇപ്പോഴും പോലീസുകാരുടെ കൂട്ടത്തിൽ നിന്ന് എല്ലാവരും വരുന്നില്ല. ഇതിന് പ്രധാന കാരണം ആ ഒരു സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഇതിന് കൂടുതലായിട്ടൊന്ന് സംസാരിക്കാനായിട്ട് നേരെ ഗ്രാമത്തിലേക്ക് ചെല്ലുകയാണ്. അതായത് ഈ ഒരു സ്ട്രൈക്ക് നടത്തുന്ന ആളുണ്ടല്ലോ, ഇയാളുമായിട്ട് സംസാരിക്കുന്നത്. ആ മനുഷ്യൻ മറ്റാരുമല്ല, കാണാതായ പെൺകുട്ടിയില്ലേ സയാന, അവളുടെ ചേച്ചിയായിട്ടുള്ള പൂജയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ്. അങ്ങനെ ഇയാളോട് രഞ്ജൻ സംസാരിക്കുമ്പോൾ ഇയാൾ പറയണ, സാറേ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. ഇപ്പൊ രഞ്ജൻ പറയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഈ കേസിന് തന്നെയാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ സ്ട്രൈക്ക് നടത്തുന്നുണ്ട് ഞങ്ങൾക്ക് പോലീസുകാരെ കിട്ടുന്നില്ല, അവരൊന്നും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചതുപ്പ് നിലത്തിലേക്ക് ഇറങ്ങി സെർച്ച് ചെയ്യാനായിട്ട് ആരും വരുന്നില്ല. എന്താ ചെയ്യാ? ദയവ് ചെയ്ത് ഈ ഒരു സമരം നിങ്ങൾ റിമൂവ് ചെയ്യണമെന്ന് പറയാണ്. നോക്കാന്ന് പറഞ്ഞിട്ട് ഒരു അയവ് ഇതിൽ വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേഷനിൽ ആ ഒരു ഡ്രെയിനേജ് ക്ലീൻ ചെയ്യാനായിട്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ പോകുന്നുണ്ട്. ഇയാൾ ആ ഒരു ഡ്രെയിനേജ് ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അതിന്റെ ആ ഒരു വേസ്റ്റ് എടുത്തിട്ട് വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരൊന്നും ഇല്ലെങ്കിൽ മേൽജാതിയിൽപ്പെട്ട അവന്മാര് തന്നെ ഈ ഒരു പണിയൊക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ DNA റിപ്പോർട്ട് വന്നല്ലോ. അതുപോലെ തന്നെ രഞ്ജൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ സംശയമുള്ളത് MLA മകനായിട്ടുള്ള സർവാർ സിംഗിനെ തന്നെയാണ്. സോ അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പോലീസുകാരെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ അവിടെ അവൻ ഉണ്ടായിരുന്നില്ല, അവൻ നേരത്തെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്ന് ഈ സമയത്താണ് രഞ്ജൻ ഒരു കാര്യം
കാണുന്നത് തൊട്ടപ്പുറത്തായിട്ട് ഒരു ബിൽഡിംഗ്, അതിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു മഞ്ഞ ബസ്. ഇതെന്താണ് ചോദിക്കുമ്പോൾ അതൊരു സ്കൂളാണ്. ആ ബസ് സ്കൂൾ ബസ്സാണ്. ആ സ്കൂൾ നടത്തുന്നത് മറ്റാരുമല്ല, ഇയാൾ തന്നെയാണ്, അതായത് ഈ സർവാർ സിംഗ് തന്നെയാണ്. പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് ചെല്ലുകയാണ്. കുട്ടികളാരും ഉണ്ടായിരുന്നില്ല, കാരണം ഇതൊരു വെക്കേഷൻ ടൈമാണ്. എന്തായാലും അവിടെ മുഴുവനായിട്ടും നമ്മുടെ രഞ്ജൻ പരിശോധിക്കുമ്പോൾ ഒരു മുറി മാത്രം പൂട്ടിയിട്ടിരിക്കുന്നതായിട്ട് അവൻ കാണുകയാണ്. ഇത് തുറക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഗാർഡിനോട് പറയുമ്പോൾ, സാറേ ഇതിന്റെ ചാവിയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഇതൊക്കെ മുതലാളിയുടെ കയ്യിലാണ്. രഞ്ജൻ ഒന്നും നോക്കിയില്ല, തല്ലി പൊളിക്കട ഈ ഒരു ഡോർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ വാതിൽ തല്ലി പൊളിച്ച് ഉള്ളിലേക്ക് കയറിയ സമയത്ത് രഞ്ജൻ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. നെഞ്ച് പൊട്ടിപ്പോവാണ് അവിടെയുള്ള ഓരോ കാഴ്ചകൾ കണ്ടിട്ട്. അതായത് രക്തം പുരണ്ട കുറേയധികം തുണികള്, കയറ്, ഇതെല്ലാം അവിടെ കാണുകയാണ്. ഈ കയറും തുണിയൊക്കെ എന്തിനാ ഉപയോഗിച്ചതെന്ന് രഞ്ജൻ ഇങ്ങനെ അവന്റെ മനസ്സിൽ കാണുകയാണ്. ആ ഒരു പെൺകുട്ടികളുടെ വായും കൈയും കാലിടാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു രക്തം പുരണ്ട വസ്ത്രം, ഇതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ഒരു കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ ഈ ഒരു മനുഷ്യന്റെ ഉള്ളിൽ വല്ലാത്തൊരു പിടപ്പ് തോന്നുകയാണ്. അതുപോലെ തന്നെ പോലീസുകാരും ആ ഒരു ചതുപ്പിലേക്ക് ഇറങ്ങില്ല എന്ന് പറഞ്ഞില്ലേ. എന്തായാലും നമ്മുടെ രഞ്ജൻ പറഞ്ഞതുകൊണ്ട് ഒരുപാട് പോലീസുകാർ വരികയാണ്. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട പോലീസുകാരുണ്ട്. ഇവരെല്ലാവരും വരികയാണ്, ചതുപ്പ് നിലത്തിലേക്ക് ഇറങ്ങുകയാണ്. നന്നായിട്ട് തന്നെ സെർച്ചിങ് ആരംഭിക്കുന്നുണ്ട്. ഒന്നാമത് ഈ ഒരു ചതുപ്പിലേക്ക് ഇറങ്ങാനായിട്ട് എല്ലാവർക്കും മടി എന്താന്ന് വെച്ചാൽ ഈ പന്നികളൊക്കെ മേയുന്ന ഒരു വൃത്തിഹീനമായിട്ടുള്ള ചതുപ്പായിരുന്നു അത്. എന്തായാലും താഴ്ന്ന ജാതിയിൽപ്പെട്ട പോലീസുകാർ അവരവരുടെ ആ ഒരു ജോലി നന്നായിട്ട് തന്നെ എടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചതുപ്പിന്റെ പുറത്തായിട്ട് നമ്മുടെ ഹീറോ, അതായത് രഞ്ജൻ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് ആ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ഇത് പ്രതീക്ഷിച്ചിട്ടാണ് ഇവരിതെല്ലാം സെർച്ച് ചെയ്യാൻ നിൽക്കുന്നത്. അതുപോലെ ഭയത്തോട് കൂടിയിട്ട് നമ്മുടെ പൂജയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. കാരണം അനിയത്തിയുടെ ആ ഒരു ബോഡി ജീവനോട് അവളെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അവളുടെ ഉള്ളിലുണ്ട്. സോ ഈ ഒരു ചതുപ്പിൽ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ആ ഒരു പ്രതീക്ഷ അവളുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ MLA മകനായിട്ടുള്ള സർവാർ സിംഗ് ഇവൻ അവന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റേതൊരു കുടുംബക്കാരന്റെ വീട്ടിലേക്ക്, അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാരല്ലേ, പല ഭാഗത്തായിട്ട് പല വീടുകളും കാര്യങ്ങളും ഉണ്ടാവും. സോ അങ്ങോട്ടേക്ക് പോയിട്ട് അവൻ സുഖമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവനെ കാണാനായിട്ട് മറ്റേ ഒരു ഠാക്കൂർ സിംഗ് ഇയാൾ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ട്. അതായത് ഉയർന്ന ജാതിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൂറില്ലാതിരിക്കുവോ. ഇതേ സമയത്തിന് ഈ ഠാക്കൂർ സിംഗ് ഇവനോട്, അതായത് സർവാർ സിംഗിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എടാ, നീയൊക്കെ തെമ്മാടിത്തരം കാണിച്ചു കൂട്ടി ആ ഒരു പെൺകുട്ടികളെ അമ്മാതിരി കോലത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോഡി ആർക്കും കിട്ടാത്ത രീതിയിൽ ഡിസ്പോസ് ചെയ്യാനും പഠിക്കണം. അല്ലാതെ നാട്ടുകാർ മുഴുവൻ കാണുന്ന കോലത്തിൽ ആ മരത്തിൽ കെട്ടി തൂക്കല്ല വേണ്ടത്. ഇതേ സമയത്തിന് സർവാർ സിംഗ് പറയാണ്, അത് വേണമെങ്കിൽ എനിക്ക് ചെയ്യായിരുന്നു, ആരും കാണാതെ ആ ഒരു ബോഡി വേണമെങ്കിൽ കത്തിച്ച് കളയായിരുന്നു, ഇതൊന്നും ആരും അറിയില്ലായിരുന്നു. പക്ഷെ അവറ്റകളുടെ ആ ഒരു വില, അവരവർ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ, അത് അവർ മനസ്സിലാക്കണമെങ്കിൽ, അവരുടെ ഉള്ളിൽ ആ ഒരു ഭയം വരണമെങ്കിൽ ഇതുപോലെ ചെയ്യന്നെ വേണം സാറേ. എന്റെ മുഖത്ത് നോക്കിയിട്ട് പൈസ കൂട്ടി ചോദിക്കുക. അതുപോലെ തന്നെ അവൾക്കത് മനസ്സിലാക്കി കൊടുക്കാനാണ് 3 ദിവസം അതിന്റെ ഉള്ളിൽ വെച്ച് ഞാൻ ചെയ്തു കൊടുത്തത്. ഇതേ സമയത്ത് തന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ജോലിക്കാരൻ പറയാണ്, അല്ല സാറേ, നിങ്ങൾ ഇത്ര യങ് ആയിട്ട് കൂടി ആ പെൺകുട്ടികളെ അധികമൊന്നും കരയിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു സാറുണ്ടല്ലോ, നല്ല തടിയും കൊണ്ടൊക്കെ അല്ലേ, ഈ സാറ് കയറി പണിത സമയത്ത് ആ പെൺകുട്ടികൾ അലറി വിളിച്ചത് നിങ്ങളൊന്ന് കാണണം. ഇത് പറഞ്ഞ അതേ നിമിഷം തന്നെ ഈ ഒരു ബ്രഹ്മദത്ത് ഠാക്കൂർ സിംഗ് ഉണ്ടല്ലോ, ഗണ്ണെടുത്ത് ഈ പറഞ്ഞ ജോലിക്കാരനെ വെട്ടിവെച്ച് കൊന്നുകളയാണ്. അതുപോലെ തന്നെ ഗണ്ണെടുത്ത് ഇപ്പൊ ഈ ഒരു സർവാർ സിംഗിന്റെ നെഞ്ചത്തേക്ക് വെച്ചിട്ട് പറയാണ്, ജാതി അത് നമുക്ക് മുഖ്യം തന്നെയാണ്, പക്ഷെ ഇവിടെ എനിക്ക് പ്രധാനം എന്റെ ലൈഫാണ്. ഓൾറെഡി പോലീസുകാർക്ക് നിന്നെ കിട്ടിയിട്ടുണ്ട്, അധികം വൈകാതെ നിന്നെ പിടിക്കുകയും ചെയ്യും, അതോടൊപ്പം ഞാനും പെടും. ഇതും പറഞ്ഞ് ഇവൻ അങ്ങോട്ട് വെട്ടിവെച്ച് കൊന്നു കളയുന്നുണ്ട്. ഇതിനർത്ഥം എന്താണ്? ആ പെൺകുട്ടികളെ റേപ്പ് ചെയ്തതിൽ ഒരാള് ഈ ബ്രഹ്മദത്ത് ഠാക്കൂർ സിംഗ് ആണ്. ഇതുകൂടെ ആയപ്പോ പ്രശ്നം വല്ലാതെ അങ്ങോട്ട് രൂക്ഷാവാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാരിൽ നിന്നും വിട്ട് ഈ കേസ് നേരെ CBIയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ CBIയുടെ പ്രധാന ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഇവിടെ നടത്താൻ ആരംഭിക്കുകയാണ്. പക്ഷെ CBI വന്നിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 2 കുട്ടികളെയും ഇവരുടെ മാതാപിതാക്കളെ തന്നെ തല്ലി കൊന്നതാണ്. അതായത് അഭിമാനത്തിന്റെ പേരിൽ, മറ്റേതോ ജാതിയിൽപ്പെട്ട ആൺകുട്ടികളുടെ കൂടെ പോകാൻ നിൽക്കുന്നതിന്റെ പേരിലാണ് ഇവരിങ്ങനെ തല്ലിക്കൊന്നത്. എന്നിട്ട് അവർ തന്നെയാണ് കെട്ടിത്തൂക്കിയത്. ഈ രീതിയിൽ കേസ് കൊണ്ടുപോയാണ്. മാത്രമല്ല ആ പെൺകുട്ടികളുടെ അച്ഛന്മാരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല സത്യസന്ധമായിട്ട് കേസ് അന്വേഷിച്ച നമ്മുടെ രഞ്ജൻ IPS, രഞ്ജനോട് ഇപ്പോൾ ഈ CBI ഓഫീസർ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഇതിന്റെ പല ഘട്ടത്തിലായിട്ട് പല ജാതി ആൾക്കാരുണ്ടായിരുന്നില്ലേ, നിങ്ങൾ അവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് അന്വേഷിച്ചോ അവരൊക്കെ ആരാന്ന്, ഏത് ജാതിയിലാണെന്ന്? എന്തായാലും ഇരിക്കട്ടെ, ഒരു സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഈ CBI ഓഫീസർ രഞ്ജന് സസ്പെൻഷൻ കൊടുക്കുകയാണ്. എന്നാൽ ഇതിനുശേഷവും രഞ്ജൻ കേസ് വിടുന്നില്ല. അവൻ അതിന്റെ പിന്നാലെ തന്നെയാണ്. ആ സമയത്താണ് കാണാതായിട്ടുള്ള അവന്റെ കൂട്ടുകാരൻ സത്യയെ പെട്ടെന്ന് കാണുന്നത്. പെട്ടെന്ന് തന്നെ ഓടാൻ നിൽക്കുന്ന സമയത്ത് രഞ്ജൻ അവനെ പിടിക്കുകയാണ്. ഇറുക്കി പിടിച്ചിട്ട് പറയാണ്, സത്യം പറയടാ, ഈ കേസുമായിട്ട് നിനക്ക് എന്തോ ബന്ധമുണ്ട്, വെറുതെ നീ നിന്റെ തടി ഏടാക്കാൻ നിൽക്കണ്ട. അങ്ങനെ ഇപ്പൊ സത്യ കാര്യങ്ങൾ പറയാണ്. എന്റെ പൊന്ന് രഞ്ജ, പേടിച്ചിട്ടാണ്, വേറെ ഒന്നുമല്ല. ആ MLAയുടെ മകനുണ്ടല്ലോ സർവാർ സിംഗ്, അവനാ പറഞ്ഞ എന്നോട് കുറച്ച് ദിവസം പോയിട്ട് എവിടെയെങ്കിലും വിളിക്കാനായിട്ട്. ഇപ്പൊ അവൻ മരിച്ചു എന്ന് കേട്ടപ്പോഴാണ് ഞാൻ പുറത്തേക്ക് വന്നത്. അല്ലാതെ നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ ഇപ്പൊ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ ഈ ഒരു സത്യ പറഞ്ഞു കൊടുക്കുകയാണ്. ആ പൂജയുടെ അനിയത്തി ഉണ്ടല്ലോ, അവള് സയന, അവള് കാശ് കൂട്ടി ചോദിച്ചില്ലേ, അന്ന് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവള് നല്ല രീതിയിൽ തല്ലിയിട്ടുണ്ടായിരുന്നു. അതും മതിയാവാഞ്ഞിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് അവള് തിരിച്ചു പോകുന്ന സമയത്ത് അവളുടെ പിന്നാലെ ചെന്ന് അവൾ ആ ഒരു ബസ്സിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയത് അവൻ തന്നെയാണ്. ആ ഒരു സർവാർ സിംഗ്. കുട്ടികളായിരുന്നു സാറേ 3 പേരും കുട്ടികളായിരുന്നു. അവര് പിന്നീട് ആ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് ആ റൂമിലാണ് പൂട്ടിയിട്ടത്. അതുപോലെ തന്നെ അന്ന് അവരുടെ വീട്ടില്, അതായത് MLAയുടെ വീട്ടിലൊരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടി നടക്കുന്ന സമയത്ത് ഓരോ ആൾക്കാരും ആ റൂമിലേക്ക് കയറി ചെല്ലും. ആദ്യം കയറി ചെന്നത് അവനാണ്, ആ ഒരു സർവാർ സിംഗ് തന്നെ. 3 പേരെയും ക്രൂരമായിട്ട്
ക്രൂരമായിട്ട് തന്നെ അവൻ ഉപദ്രവിച്ചു. രണ്ടാമത് പോയത് പറയാൻ മടിക്കുകയാണ്. ആരാന്ന് ചോദിക്കുമ്പോൾ മറ്റാരുമല്ല സാറേ, നിങ്ങളുടെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ആ ഒരു ബ്രഹ്മദത്ത് ഠാക്കൂർ സിംഗ്, അയാൾ തന്നെയാണ്. ഇത് കേട്ടപ്പോൾ രഞ്ജൻ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. ബ്രഹ്മദത്തിനോ? അതെ സാറേ. പിന്നെ വേറൊരാൾ കൂടെ ഉണ്ട്. ആരാന്ന് ചോദിക്കുമ്പോൾ ദാ ഈ നിൽക്കുന്ന ആള് തന്നെ. അതായത് നമ്മുടെ ഈ ഒരു രഞ്ജന്റെ കൂടെ എപ്പോഴും നമ്മൾ പാവാണെന്ന് വിചാരിച്ചൊരു പോലീസുകാരൻ ഉണ്ടായിരുന്നില്ലേ, ഡ്രൈവർ ആയിട്ടുള്ള വേട്ടയൻ, അതായത് അഞ്ജലിയുടെ ചേട്ടൻ, അയാളും ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ഈ 3 പേര് കൂടിയിട്ടാണ് ആ 3 പെൺകുട്ടികളെയും ക്രൂരമായിട്ട് ഉപദ്രവിച്ചത്, റേപ്പ് ചെയ്തത്. ഇത് കേട്ട സമയത്ത് രഞ്ജൻ ശരിക്കും ഞെട്ടിപ്പോവാണ്. വേട്ടയനെ നോക്കുകയാണ്. ഡാ നീ അങ്ങനെ ചെയ്തോടാ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ സത്യ ഇപ്പോൾ രഞ്ജനോട് പറയാണ്. അതുകൊണ്ടാണ് അന്ന് ആ ഒരു പാർട്ടിയിൽ വെച്ച് രഞ്ജന സത്യ കണ്ട സമയത്ത് കള്ളു കുടിച്ചിട്ടാണ് എന്തോ ഒരുമാതിരി കളി കളിച്ചതെന്ന് പറഞ്ഞില്ലേ. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യമെല്ലാം കണ്ട് ആകെ പേടിച്ചിട്ടാണ് സത്യ ആ ഒരു കളി കളിച്ചത്, അല്ലാതെ കള്ളിന്റെ ആ ഒരു മത്തിലൊന്നുമല്ല. ഇപ്പൊ എന്തായാലും രഞ്ജൻ നേരെ ഈ വേട്ടയന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്തിനാടാ 3 പേരും കൊച്ചു കുട്ടികളായിരുന്നില്ലേ, എന്തിനാ അവരോട് ചെയ്തതെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഈ വേട്ടയൻ കിടന്ന് കരയാൻ തുടങ്ങാണ്. കിടന്ന് മോങ്ങിട്ട് അയാൾ പറയണ, സാറേ മനഃപൂർവ്വം ചെയ്തതല്ല, കള്ളിന്റെ ആ ഒരു മത്തില് ചെയ്തു പോയതാണ്. എടാ നിന്റെ ഉള്ളിലേക്കുള്ള ആ ഒരു ജാതി വരി, കീഴ്ജാതിയിലുള്ള മനുഷ്യരെ, പെൺകുട്ടികളെ എന്തും ചെയ്യാമെന്നുള്ള ആ ഒരു ധൈര്യമല്ലടാ നിന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചത്. ഇതേ സമയത്തിന് ഈ വേട്ടയൻ കിടന്ന് കാര്യമാണ്. പൊന്നു സാറേ അറിയാതെ പറ്റിപ്പോയതാണ്. ഇപ്പൊ മറ്റേ പോലീസുകാരനും ദയനീയമായിട്ട് തന്നെ അറപ്പോട് കൂട്ടിയിട്ട് ഈ വേട്ടയനെ നോക്കാണ്. നീ ആ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലടാ. ഇതേ സമയം തന്നെ വേട്ടയൻ പറയുന്നുണ്ട്, സാറേ ദയവ് ചെയ്തിട്ട് ഇത് ആരറിഞ്ഞാലും എന്റെ അനിയത്തി അഞ്ജലി മാത്രം അറിയല്ല സാറേ. ഇതും പറഞ്ഞുകൊണ്ട് അതിലൂടെ പോകുന്ന ഒരു ലോറിയുടെ മുന്നിലേക്ക് ഇയാൾ എടുത്തങ്ങോട്ട് ചാടുകയാണ്. സ്പോട്ടിലൗട്ട് മരിച്ചുപോയി. അതായത് ഈ ഒരു കാര്യം ചെയ്ത 3 പേരിൽ 2 പേര് മരണപ്പെട്ടു. അതായത് MLAയുടെ മകനായിട്ടുള്ള സർവാർ സിംഗും അതുപോലെ തന്നെ ഈ വേട്ടയാനും. എന്തായാലും ഇതിനുശേഷം രഞ്ജൻ IPS നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴേക്കും അവന്റെ ഭാര്യ ഉണ്ടല്ലോ, ആ ഒരു റിപ്പോർട്ടർ ലേഡി, അവരങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ രഞ്ജൻ ചോദിക്കുകയാണ്, എന്താണ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? ഇപ്പോൾ അവന്റെ വൈഫ് പറയാണ്, ഒന്നുമില്ല, നീ ഇത്ര വലിയ പ്രശ്നത്തിലാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഒരു സപ്പോർട്ടിന് വേണ്ടി ഞാൻ വന്നതാണ്. ഓക്കെ, ഇവിടെ ആ പെൺകുട്ടി അഞ്ജലി എവിടെ? അഞ്ജലി ഉള്ളിലുണ്ടെന്ന് പറയണേ. വാ നമുക്ക് അവളോട് ഒരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ രഞ്ജൻ അഞ്ജലിയുടെ മുന്നിൽ പോയിട്ട് മുട്ടുകുത്തി നിൽക്കുകയാണ്. അവളെ അവിടെ ഇരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് റേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ ചോദിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവന്റെ വൈഫ് ചോദിക്കുകയാണ്, രഞ്ജൻ നീ എന്താ ഈ കുട്ടിയോട് ചോദിക്കുന്നത്? രഞ്ജൻ ഇപ്പൊ വൈഫിനോട് ഒന്നും മിണ്ടാതിരിക്കുന്നു പറയാണ്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, നിനക്ക് റേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഈ ഗ്രാമത്തിൽ ഇപ്പൊ 3 പെൺകുട്ടികളെ കാണാതായില്ലേ? 2 പേരുടെ ബോഡി കിട്ടി, ഒരാളുടെ ബോഡി ഇതുവരെയായിട്ടും കിട്ടിയില്ല. ആ 3 പേരെയും ക്രൂരമായിട്ട് 3 ദിവസം റേപ്പ് ചെയ്ത ആ നായ്ക്കളിൽ ഒരാള് നിന്റെ ചേട്ടനാണ്, വേട്ടയാണ്. ഇത് കേട്ടപ്പോ അഞ്ജലിയുടെ നെഞ്ചു പൊട്ടാണ്. അവള് കിടന്ന് കരയാൻ തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ രഞ്ജൻ അവളെ സമാധാനിപ്പിക്കുകയാണ്. ഇന്നില്ലെങ്കിൽ നാളെ ഈ ഒരു വിവരം നീ എന്തായാലും അറിയും. പക്ഷെ മോള് വിഷമിക്കേണ്ട, അതുപോലെ ഒരു ചേട്ടൻ അത് നിനക്ക് വേണ്ട മോളെ. അവന് പകരമായിട്ട് ഇനി ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ പഠിപ്പ് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ നോക്കിക്കോളാന്ന് അഞ്ജലിക്ക് ഇപ്പോൾ രഞ്ജൻ വാക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ചേട്ടനല്ലേ, എത്ര മൃഗമായാലും നായി ആയാലും ആ ഒരു വിഷമവും ദുഃഖമൊന്നും അനിയത്തിയുടെ ഉള്ളിൽ ഇല്ലാതിരിക്കില്ലല്ലോ. അതുപോലെ തന്നെ CBI നോക്കുകയാണെങ്കിൽ ഇവരുടെ കേസ് അന്വേഷണം വളരെ മോശമായ രീതിയിലാണ് പോകുന്നത്. ഇവരിപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് ആ ഗ്രാമത്തിൽ പ്രശ്നം ഉണ്ടാക്കിയ ചെറുപ്പക്കാരുണ്ടല്ലോ, അതായത് പൂജയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആള്, അവന്റെ കൂട്ടുകാർ, ഇവരെയൊക്കെ പോയിട്ട് അറസ്റ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ രഞ്ജന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ ആരെ പോയിട്ട് അറസ്റ്റ് ചെയ്യാണ്? ബ്രഹ്മദത്ത് ഠാക്കൂർ സിംഗ്. കാരണം ഒരു DNA കറക്റ്റ് ആയിട്ടുള്ള സയന്റിഫിക് എവിഡൻസ് ഇയാൾക്കെതിരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അറസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ SIയും പോവാണ്. അപ്പൊ SIയെ നോക്കിയിട്ട് ഈ ഒരു ഠാക്കൂർ സിംഗ് പറയാണ്, എന്റെ മേത്ത് കൈവെക്കാൻ മാത്രം നിനക്ക് ധൈര്യമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ക്ഷമിച്ച് അവസാനം SI ഉണ്ടല്ലോ, ഇയാളെ ചെവടക്കുറ്റി നോക്കി ഒരേറ്റ അടിയാണ്. ഠാക്കൂർ സിംഗ് ആകെ ഞെട്ടിപ്പോയി. ഇവൻ എന്നെ അടിക്കേ? ആ ഒരു ഷോക്കിൽ നിൽക്കുമ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് വലിച്ചു കൊണ്ടിട്ട് ഇവൻ ആ ഒരു ജയിലിൽ കൊണ്ട് ഇടുകയാണ്, അവിടെ കടുക്കടാന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നേരത്തെ CBI പിടിച്ചുകൊണ്ടുപോയ ആ ഒരു പൂജയുടെ കിട്ടിയോ പോകുന്ന ആള്, അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരെ രക്ഷപ്പെടാൻ നോക്കി എന്നതിന്റെ പേരിൽ ഇവർ എൻകൗണ്ടർ ചെയ്ത് കളയാണ്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടായിരുന്നല്ലോ ഈ ഗ്രാമത്തിൽ വെച്ച്, ഒരു നാടകം കളിച്ച ആള് ഈ പാവപ്പെട്ട ആൾക്കാരുടെ വീട്ടിൽ ചെന്ന് അവരുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, സത്യം പറയുകയാണെങ്കിൽ അത് അയാൾ കൊണ്ടുപോയ ഭക്ഷണം അയാളുടേതായ ആ ഒരു സെറ്റപ്പിൽ ഇരുന്നാണ് കഴിച്ചത്, അല്ലാതെ ആ പാവങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും ആയിരുന്നില്ല. ഇത് വലിയ രീതിയിൽ പബ്ലിസിറ്റി കിട്ടി ഇയാൾ ഇലക്ഷനിൽ വിജയിക്കുകയും ചെയ്യാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ SI ഈ ഒരു കാര്യം, അതായത് പൂജയുടെ കെട്ടാൻ പോകുന്ന ആളുണ്ടല്ലോ, അവൻ മരണപ്പെട്ടു പോയി, അവന്റെ കൂട്ടുകാരെയൊക്കെ കൊന്നു കളഞ്ഞു. ഈ വിവരം അറിഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്, പൊട്ടിക്കരയാണ്. ഇപ്പൊ അവർ SI അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ്, മോളെ ഇത് നമ്മുടെ നാടിന്റെ അവസ്ഥയാണ്, മോളെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ക്ഷമിക്കുക, സഹിക്കുന്നൊക്കെ പറയാണ്. അതുപോലെ നമ്മുടെ രഞ്ജൻ ഉണ്ടല്ലോ ഒരു റിപ്പോർട്ട് പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയെടുക്കാണ്. എന്നിട്ട് ആ റിപ്പോർട്ട് ഹോം മിനിസ്റ്റർക്ക് നേരിട്ട് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ CBI ആയിട്ടുള്ള ഓഫീസർ ഉണ്ടല്ലോ, ഇയാളുടെ മുന്നിൽ പോയിട്ട് രഞ്ജൻ പറയാണ്, നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. കാരണം വളരെ വ്യക്തമായിട്ടുള്ള സയന്റിഫിക് എവിഡൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു റിപ്പോർട്ട് ഞാൻ ഹോം മിനിസ്റ്റർക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മീഡിയക്കും അയച്ചിട്ടുണ്ട്. ഇനി അനാവശ്യമായിട്ട് ഈ ഒരു കേസിൽ നിങ്ങൾ ഇടപെട്ടാൽ നാറാൻ പോകുന്നത് നീ ആയിരിക്കടാ. നന്നായിട്ട് തന്നെ രഞ്ജൻ IPS ഇയാളൊന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്, കോട്ടും സ്യൂട്ടും ടൈയൊക്കെ ഇട്ട് നാണുണ്ടോടാ നിനക്കൊക്കെ എമ്മാതിരി നാറിയ പണി ചെയ്യാനായിട്ട്? ഇയാളാകെ ചൂളി പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും കേസ് ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ പൂജയുടെ അനിയത്തി സയനയുടെ ബോഡി ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചതുപ്പില് വലിയൊരു ഏരിയ ആണ്, പൂർണ്ണമായിട്ടും ഒരുപാട് ആൾക്കാർ ഇറങ്ങിക്കൊണ്ട് അവിടെ തെരച്ചിൽ ആരംഭിക്കുകയാണ്. ഇപ്പൊ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാ ആൾക്കാർക്കും കുറെയൊക്കെ ആ ഒരു ജാതി വരെ ഉള്ളിൽ നിന്നും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രഞ്ജൻ IPS ഇയാളും ഇതിലേക്ക് ഇറങ്ങാൻ
നിൽക്കുമ്പോൾ ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ പറയണം സാറേ ഇറങ്ങേണ്ടെന്ന് ആവശ്യമില്ല. ഇപ്പൊ രഞ്ജൻ പറയണം എന്താ ഇറങ്ങിയാല് ഞാനും മനുഷ്യരാണ് നിങ്ങളും മനുഷ്യരാണ്, എല്ലാവർക്കും ഒരുപോലെ ഇറങ്ങിയിട്ട് തപ്പാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അതിലൂടെ ഇങ്ങനെ തപ്പി നടക്കുമ്പോൾ ഒരാൾ അവിടുന്ന് വിളിച്ചു പറയണം സാറേ ഇവിടെ ഒരു കാടുണ്ട്, ഇവിടെയും കൂടെ നമുക്ക് നോക്കിയാലോ എന്ന്. അങ്ങനെ എല്ലാവരും കൂടെ ആ ഒരു കാട്ടിലേക്ക് ഓടി ചെന്നിട്ട് അവിടെ മുഴുവനായിട്ടും സെർച്ചിങ് ആരംഭിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ രഞ്ജൻ അതുപോലെ തന്നെ പൂജ ഇവർ രണ്ടുപേരും കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ചെറിയൊരു മുരൾച്ച, അതായത് ദയനീയമായിട്ടുള്ള ഒരു കരച്ചിൽ കേൾക്കുകയാണ്. ആ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് രഞ്ജൻ ബാക്കിയുള്ള ഉദ്യോഗസ്ഥര് അതുപോലെ തന്നെ പൂജ ഇവർ ചെന്ന് നോക്കുമ്പോൾ ദാണ്ടി കിടക്കുന്ന ആ ഡ്രെയിനേജിന്റെ ഉള്ളിലായിട്ട് ഒരു പെൺകുട്ടി. അത് മറ്റാരുമല്ല നമ്മുടെ പൂജയുടെ അനിയത്തിയായിട്ടുള്ള സയാനയാണ്. എത്രയോ ദിവസമായിട്ട് ഭക്ഷണമില്ല വെള്ളവുമില്ല, അതുപോലെ തന്നെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ട ആ ഒരു പെൺകുട്ടി. അതിൻ്റെതായ പ്രശ്നങ്ങൾ അവളുടെ ശരീരത്തിലുമുണ്ട്. എല്ലാം കൂടിയായിട്ട് അവൾ ആകെ തളർന്നു പോയിട്ടുണ്ട്. ഒന്നും നടക്കാൻ പോലും ആ ഒരു പെൺകുട്ടിക്ക് കഴിയുന്നില്ല. ഇപ്പൊ വേഗം തന്നെ രഞ്ജൻ ആ ഒരു പെൺകുട്ടി എടുക്കാൻ ഓടുകയാണ് ആശുപത്രിയിലേക്ക്. എന്തായാലും പോലീസുകാരും ബാക്കിയുള്ള എല്ലാവരും വന്ന സ്ഥലത്ത് തന്നെ ആംബുലൻസും കാര്യങ്ങളുണ്ടായിരുന്നു. അതിലേക്ക് ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ശരീരം വെച്ചു കൊടുക്കുകയാണ്. വെറും ഒരു ശരീരം അങ്ങനെ മാത്രമേ ഇപ്പൊ നമ്മുടെ ഈ സയനെ പറയാൻ പറ്റുള്ളൂ. കാരണം ആ കോലത്തിലേക്ക് അവൾ ആക്കി വെച്ചിട്ടുണ്ട്. കരഞ്ഞുകൊണ്ട് തന്നെ പൂജ അവളുടെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും ബാക്കിയുള്ള പോലീസുകാർ രഞ്ജൻ IPS ഇവരെല്ലാവരും ഒരു റോട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതായത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു റോട്ടിൽ എല്ലാവരും നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അമ്മൂമ്മയോട് എന്താ കഴിക്കാനെന്ന് ചോദിച്ചപ്പോൾ അവരവിടെയുള്ള കടിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇപ്പൊ ഓരോരുത്തരും ഇവരുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു ഭക്ഷണ സാധനം മറ്റൊരാളുടെ കയ്യിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിൽ കീഴ്ജാതിക്കാരുണ്ടായിരുന്നു, മേൽജാതിക്കാരുണ്ടായിരുന്നു. ഇവിടെ വെച്ച് ഇവർ ഇതൊന്നും നോക്കുന്നില്ല. ഇവരതൊക്കെ മറന്നു കളഞ്ഞു. മനുഷ്യരൊക്കെ ഭയങ്കരമായിട്ട് ഉള്ളിലൊരു സന്തോഷം, എല്ലാവരും ഒരുപോലെ. അവരുടെ ഉള്ളിൽ ആ ഒരു വൃത്തികെട്ട ആ ഒരു ചിന്താഗതിയെ തന്നെ നമ്മുടെ IPS അതായത് രഞ്ജൻ മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജൻ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കടക്കാരിയായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ അവരോട് ചോദിക്കുകയാണ് അമ്മൂമ്മേ നിങ്ങളുടെ ജാതി ഏതാണ്? ആ അമ്മൂമ്മ ഏതോ ഒരു ജാതി പറയുന്നുണ്ട്. ഇത് കേട്ട് ഇവരെല്ലാവരും കിടന്ന് ചിരിക്കാൻ തുടങ്ങുകയാണ്. അതായത് ചിരിച്ച് തള്ളണം ഇതുപോലെയുള്ള ജാതി വെറുകളെയും അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു വേർതിരിവുകളെയും പരിഹാസത്തോടെ നോക്കിക്കളയാ, പുച്ഛത്തോടെ തള്ളിക്കളയാ. ഇമാതിരി എന്തെങ്കിലും കാണിച്ചാരെങ്കിലും വരികയാണെങ്കിൽ പറയാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ചെറിയ രീതിയിലുള്ള ഓരോ ജാതി വരികളുണ്ടാവും. ജാതി വരി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അങ്ങനെയൊന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോകും മച്ചാന്മാരെ. അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വ്യക്തിത്വം വളരെ മോശമാണെന്ന്. പയ്യെ അത് ഉള്ളിൽ നിന്നും എടുത്തു കളയാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും ഒരുപോലെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ആർട്ടിക്കിൾ 50 ഇതിൽ പറയുന്നത് പോലെ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്, ഒരേ ലെവലിലാണ്. മാത്രമല്ല ആ കെട്ടിത്തൂക്കി വെച്ച 2 പെൺകുട്ടികളുണ്ടല്ലോ അവരുടെ അച്ഛന്മാരെ അറസ്റ്റ് ചെയ്തില്ലേ, അവരെയും പോലീസുകാർ വെറുതെ വിടുകയാണ്. അവരല്ലല്ലോ യഥാർത്ഥ കുറ്റവാളികൾ. എന്തായാലും ഇന്ത്യയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയെടുത്തൊരു സിനിമയാണിത്. എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഇതൊരു കഥയല്ല, കുറച്ച് ആളുകളുടെ ജീവിതമാണ്. എന്തായാലും ആ ജീവിതങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്ന അനീതിക്കെതിരെ നമ്മുടെ ഇൻസ്പെക്ടർ നടത്തിയ ആ ഒരു പോരാട്ടം അതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വരട്ടെ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ ബൈ.